ജർമ്മനിയുടെയും ബയണിന്റെയും ചരിത്രത്തിൽ തന്നെ കാവൽ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന നീരാളിക്കൈയുടെ നായകനാണ് ഒലിവർ ഗാൻ. അത്രമേൽ വിചിത്രമെന്ന് തോന്നാവുന്ന സ്വഭാവ രീതികൾ ഒലിവർ ഗാൻ ഉണ്ടെന്ന് നമ്മൾ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പങ്കുവെക്കുകയാണ്. തകർപ്പൻ സേവുകൾ, വായുവിൽ ഉയർന്നു ചാടിയുള്ള കുതിപ്പുകൾ, ചാട്ടുളി പോലെ പാഞ്ഞു വരുന്ന പന്തുകളെ നിഷ്പ്രയാസം പൂപറിക്കുന്ന ലാഘവത്തോടെ കൈപ്പിടിയിലൊതുക്കിയ ഗോൾ കീപ്പർ, അതാണ് ഒലിവർ ഗാൻ. ലോകത്തിന്റെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാർക്ക് വരെ പേടി സ്വപ്നമായി വളർന്ന ഒലിവർ ഗാൻ. വ്യത്യസ്തമായ സ്വഭാവത്തിനുടമയായിരുന്നു കളിക്കളത്തിൽ ഒലിവർ ഗാൻ. കളിക്കളത്തിൽ എപ്പോഴും റഫായി പെരുമാറുന്ന സ്വഭാവം ഒലിവർ ഗാൻ ഉള്ളതിനാൽ ബയൺ ആരാധകരും ജർമ്മൻ ആരാധകരും ദ ടൈറ്റാൻ എന്ന പേര് ഒലിവർ ഗാന് ചാർത്തിക്കൊടുത്തിരുന്നു. 2004 ഒരു ബുണ്ടസ്ലീഗ മത്സരത്തിൽ തന്റെ ടീമിന് എതിരെ കളിച്ചിരുന്ന മുന്നേറ്റത്തിൽ കരുത്ത് പ്രകടിപ്പിച്ച മിറോസ്ലാവ് ക്ലോസയുമായി പലവട്ടം ഒലിവർ ഗാൻ ഏറ്റുമുട്ടി. ക്ലോസയുടെ മുഖത്ത് പിടിച്ച് 2 വട്ടം തള്ളിമാറ്റി. അതുകൂടാതെ തന്നെ ഗാൻ ദേഷ്യപ്പെട്ട് ക്ലോസയോട് സംസാരിച്ചു. ജർമ്മൻ ടീമിലെ പ്രധാന താരമായിരുന്ന ക്ലോസയോട് യാതൊരു ബഹുമാനവും ക്ലബ്ബ് മത്സരത്തിനിടെ ഗാൻ പുലർത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, ക്ലോസ തന്റെ വയറ്റിൽ ശക്തിയായി തൊഴിച്ചിരുന്നതായും ഒലിവർ ഗാൻ അഭിപ്രായപ്പെട്ടു. സത്യത്തിൽ രസകരമായ രീതിയിലുള്ള ഒലിവർ ഗാന്റെ മറുപടി കേട്ട് ക്ലോസ അതിശയിച്ചു പോയിരുന്നു. ബെട്ടൊന്ന് മുറി 2 എന്ന് പറഞ്ഞുള്ള ഗാന്റെ സ്വഭാവം 2002 ഇതുപോലെയാണ് അരങ്ങേറിയത്. 2002 വർഷത്തിൽ അന്ന് നടന്ന മത്സരത്തിൽ തോമസ് ബ്രിഡാറിച്ചിനെ ഒരു കാര്യവുമില്ലാതെ ഗാൻ കഴുത്തിൽ പിടിച്ച് ശക്തിയോടെ തള്ളി. ലെവർകൂസൻ താരമായിരുന്ന തോമസ് ബ്രിഡാറിച്ചിനെ തള്ളിയതിന്റെ പേരിൽ ഗാന് റഫറി മഞ്ഞക്കാർഡ് വിധിച്ചിരുന്നു. മത്സരശേഷം ബ്രിഡാറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഗാൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല, പെട്ടെന്ന് പേടിച്ചുപോയി. സത്യത്തിൽ എനിക്കൊരു വിലയും തരാത്ത തരത്തിലുള്ള പെരുമാറ്റം ഗാനിൽ നിന്നുണ്ടായപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഗാന്റെ വ്യത്യസ്ത സൈക്കോ രീതികൾ ഇഴുകിച്ചേർന്ന ഇത്തരം സംഭവങ്ങൾ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ടെങ്കിലും ബയണിന്റെ സൂപ്പർമാൻ പരിവേഷമായിരുന്നു ഒലിവർ ഗാൻ ഉണ്ടായിരുന്നത്. ടീമിന് വേണ്ടി 429 മത്സരങ്ങൾ കളിച്ചു. 8 ബുണ്ടസ്ലീഗ കിരീടങ്ങൾ സ്വന്തമാക്കിയ ഗാൻ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടവും ടീമിന് വേണ്ടി നേടി. അങ്ങനെ കാവൽ കരുത്തായി നിറഞ്ഞു നിന്ന ഒലിവർ ഗാൻ വിരമിച്ച ശേഷവും ഒരു സംഭവത്തിന്റെ ഭാഗമായി മാറി. ചാരിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഗാൻ പങ്കെടുക്കുകയുണ്ടായി. 9 വയസ്സുള്ള കുട്ടികളായിരുന്നു ആ പ്രോഗ്രാമിൽ അണിനിരുന്നത്. ഗാനെ മറികടന്ന് കുട്ടികൾ ഗോൾ നേടുമ്പോൾ ആ ഗോളുകളിൽ നിന്നും ചാരിറ്റിയിലേക്ക് ഒരു നിശ്ചിത തുക നൽകാമെന്നുള്ള ആശയത്തിൽ രൂപപ്പെട്ട ആ പ്രോഗ്രാമിൽ കുട്ടികൾ ഒലിവർ ഗാനെതിരെ ഷോട്ട് ഉതിർത്തപ്പോൾ തന്റെ മുന്നിലുള്ളത് കുട്ടികളാണെന്നുള്ള ധാരണ പോലും നോക്കാതെ ഗാൻ എല്ലാ ഷോട്ടുകളും തടയുകയുണ്ടായി. 9 വയസ്സ് വരുന്ന കുട്ടികൾക്ക് മുന്നിൽ പോലും ഒലിവർ ഗാൻ തന്റെ കടുപ്പത്തിന് ഒട്ടും കുറവ് കാണിച്ചില്ല എന്നതും അവിടെ വെളിവാക്കപ്പെട്ടു. ആ പോരാളി ഒരിക്കലും തളരില്ല എന്ന ഭാവത്തോടെ തന്നെയാണ് ഗോൾ കീപ്പറായ ഗാൻ ആ പോസ്റ്റിനു മുന്നിൽ നിന്ന് കുട്ടികളുടെ എല്ലാ ഷോട്ടുകളും തടഞ്ഞിട്ടത്. അങ്ങനെ ആ സംഭവം പെട്ടെന്ന് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കി. പലരും ഒലിവർ ഗാനെ വിമർശിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒലിവർ ഗാൻ എന്ന ഗോൾ കീപ്പറുടെ വ്യക്തിയുടെ വിജയത്തിന് വേണ്ടിയുള്ള ആ മനക്കരുത്താണ്. ഏതു പ്രായത്തിലും ഏത് അവസരത്തിലും തോൽവിക്ക് മുന്നിൽ കീഴടങ്ങിപ്പോകാത്ത, തോൽവി രുചിക്കാത്ത സ്വഭാവത്തിനുടമ ജർമ്മനിയുടെ നീരാളിക്കൈ ദ ഒലിവർ ഗാൻ.